അപ്പോൾ നമുക്കിന്നൊരു വൈറ്റമിൻ സി റിച്ച് നൈറ്റ് ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? ഇതെന്ന് പറയുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന എന്തായിരിക്കും? പെട്ടെന്ന് കേടായി പോകും അല്ലെ? ഇത് അങ്ങനെയല്ല. ഇത് നിങ്ങൾക്ക് 6 മുതൽ 9 മാസം വരെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. നിങ്ങൾ റെഫ്രിജറേറ്ററിലാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തിൽ കൂടുതലും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മുടെ വൈറ്റമിൻ സിയുടെ ഗുണങ്ങളായ ഹൈപ്പർ പിഗ്മെന്റേഷൻ മാറ്റാനും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും ഓവറോൾ നിങ്ങളുടെ സ്കിന്നെ ബ്രൈറ്റ് ആക്കാനും ഈ നൈറ്റ് ക്രീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസും ഞാൻ അങ്ങനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നതും. അത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കെമിക്കൽ ഫ്രീ ആണ്. ഒരു തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വൈറ്റമിൻ സി റിച്ച് നൈറ്റ് ക്രീമിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ച് പീലാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഓറഞ്ചിൻ്റെ തൊലി നല്ല രീതിയിൽ സൂര്യപ്രകാശത്തിന് കീഴിൽ ഉണക്കിയ ശേഷം അതിനിവിടെ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കരിയർ ഓയിലായിട്ട് കോക്കനട്ട് ഓയിൽ എടുക്കാം, ജോജോബ ഓയിൽ എടുക്കാം, ഒലിവ് ഓയിൽ എടുക്കാം, ആൽമണ്ട് ഓയിൽ എടുക്കാം. ഏതാണോ നിങ്ങളുടെ കൈവശം ഉള്ളത് അതെടുത്തായിരിക്കും. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഏകദേശം 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ ഓറഞ്ച് പീലിൻ്റെ പൗഡർ ഏകദേശം 2 ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഓറഞ്ച് പീൽ എന്ന് പറയുന്നത് വൈറ്റമിൻ സി റിച്ച് ആണ്. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, അതായത് പിമ്പിൾസ് ഒക്കെ വന്നവർക്കാണെങ്കിൽ അറിയാം, പിമ്പിൾസ് പോയ ഉടനെ അത് നല്ല ഡാർക്ക് സ്പോട്ടായിട്ട് കിടക്കും. അതുപോലെ തന്നെ ഏജ് കഴിഞ്ഞ് കുറച്ച് ഒരു 35 ഒക്കെ കഴിയുമ്പോൾ തന്നെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു കറുത്ത പാടുകൾ, അല്ലെങ്കിൽ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള മെലാസം പോലുള്ള കറുത്ത പിഗ്മെന്റേഷനെയൊക്കെ മാറ്റാനും അതിനെയൊക്കെ കുറിച്ചൊന്ന് ലൈറ്റ് ആക്കി മൊത്തത്തിൽ ക്ലിയർ സ്കിൻ കൊണ്ടുവരാനും ടോട്ടലി നമ്മുടെ സ്കിന്നെ ബ്രൈറ്റ് ആക്കാനും ഈ ഓറഞ്ച് പീൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ എടുത്ത കരിയർ ഓയിൽ ആവട്ടെ, കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് സ്കിന്നിന്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. സ്കിന്ന് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് കരിയർ ഓയിലായിട്ട് സെലക്ട് ചെയ്തത്. അതിനേക്കാൾ ഗുണമുള്ള ഒരുപാട് ഓയിൽസ് ഉണ്ട് കേട്ടോ. ജോജോബ ഓയിൽ ഒരു ബെസ്റ്റ് ഓയിലാണ് കരിയർ ഓയിലായിട്ട് എടുക്കാൻ. നിങ്ങൾക്ക് ഒലിവ് ഓയിലും എടുക്കാം, ആൽമണ്ട് ഓയിലും എടുക്കാം. ഞാനിപ്പോൾ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് എടുത്തതേ ഉള്ളൂ. നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കി കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാകും ഓയിൽ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇത് ഓറഞ്ച് പീൽ ഏകദേശം നല്ല രീതിയിൽ അതിനകത്ത് തന്നെ കിടക്കട്ടെ. എന്നിട്ട് ഒരു 5-6 മണിക്കൂറിന് ശേഷം എടുത്ത് മാറ്റിയാൽ മതി. നിങ്ങൾ ചൂടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 24 മണിക്കൂറെങ്കിലും ഒരു ദിവസം കംപ്ലീറ്റ്ലി ആ ഓയിലിനകത്ത് ഓറഞ്ച് പീൽ കിടക്കണം. എങ്കിൽ മാത്രമേ അതിന്റെ ഗുണങ്ങളെല്ലാം ഓയിലിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ. കാര്യം ഞാൻ ഇതിനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് ചൂടാക്കിയത് കൊണ്ട് തന്നെ ഒരു 5 മണിക്കൂറത്തേക്ക് അടച്ചു വെച്ച ശേഷം അതിനെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നോക്കിയത് നമുക്ക് അറിയാവുന്നതല്ലേ കോക്കനട്ട് ഓയിലിന്റെ കളർ എങ്ങനെയാണെന്ന്. എനിക്ക് ഏകദേശം നല്ല രീതിയിൽ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള കളർ ഇവിടെ ബ്രൈറ്റ് ഓറഞ്ച് കളറായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഓയിൽ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കണം. നമ്മൾ ക്രീമിന് എത്രത്തോളമാണോ ആവശ്യമുള്ളത് അത് എടുത്ത ശേഷം ബാക്കി വരുന്ന ഓയിൽ നിങ്ങൾ ഉറപ്പായും സൂക്ഷിച്ചു വയ്ക്കുക. കാര്യം നല്ല രീതിയിൽ നിങ്ങൾ മുഖം വാഷ് ചെയ്യുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ മസാജ് ചെയ്ത ശേഷമാണ് നിങ്ങളൊരു ഫേസ് വാഷോ സോപ്പോ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ചേഞ്ച് കാണാൻ പറ്റും. കാര്യം ഫേസ് ഓയിൽ മസാജ് ഈസ് സോ ഹെൽപ്ഫുൾ ആണ്. പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ്. എത്ര ഓയിലാണോ നിങ്ങൾ എടുത്തത് അത്രയും അളവ് അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ മൂന്നാമത് ആഡ് ചെയ്ത് കൊടുത്തത് ഗ്ലിസറിൻ ആണ്, 1 ടേബിൾ സ്പൂൺ ഓഫ്. നാലാമതായിട്ട് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ആകട്ടെ നമ്മളെ മുഖത്തിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും സഹായിക്കും. നല്ല രീതിയിൽ സോഫ്റ്റ് ആൻഡ് പ്ലം ആയിട്ടുള്ള സ്കിന്ന് നിങ്ങളെ നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും. ഞാനിത് എന്തുകൊണ്ടാണ് നൈറ്റ് ക്രീമായിട്ട് ചൂസ് ചെയ്യാമെന്ന് പറയുന്നത് നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് അവിടെ നല്ല രീതിയിൽ നമ്മുടെ മുഖത്ത് അബ്സോർബ് ചെയ്യുന്നു കേട്ടോ. നിങ്ങൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. ഡേ ക്രീമായിട്ടൊക്കെ യൂസ് ചെയ്ത് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം. മൊത്തത്തിൽ ഓയിലിന്റെ ഒരു ടെക്സ്ചറാണിത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നൈറ്റ് ക്രീമായിട്ട് നിങ്ങളത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഈ സ്പൂണൊക്കെ കൊണ്ട് ഞാൻ കാണിക്കുന്നെങ്കിലും നമുക്ക് അത്ര ഈസി അല്ല നമുക്ക് ആ ക്രീമിന് ടെക്സ്ചർ കിട്ടാൻ. ഒന്നേ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ബീറ്റർ ഉപയോഗിക്കാം,
അല്ലാന്നുണ്ടെങ്കിൽ നല്ല വെള്ളത്തിന്റെ അംശം ഒന്നും ഇല്ലാത്ത ഒരു ക്ലീൻ ആയിട്ടുള്ള ജാർ എടുത്ത് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഏകദേശം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ നല്ല രീതിയിൽ മിക്സ് ആണ് ചെയ്തത്. പക്ഷെ ഒരുപാട് സമയം എടുത്തു ആ ഒരു ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്തു, പിന്നെ വെയിറ്റ് ചെയ്തു ഒരു 5-6 മിനിറ്റ്. അപ്പൊ നല്ല രീതിയിൽ കട്ടി പിടിച്ച ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാകും. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തു, പിന്നെ വീണ്ടും കട്ടി പിടിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വിചാരിച്ച പെർഫെക്റ്റ് ടെക്സ്ചറിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ്. സോ അമേസിംഗ് ആയിട്ടുള്ള വൈറ്റമിൻ സി റിച്ച് നൈറ്റ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ക്രീമിനൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ആ പെർഫെക്റ്റ് ടെക്സ്ചറിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ഞാൻ ഏതൊക്കെയാണ് ആഡ് ചെയ്തതെന്നും. ഇത് അബ്സല്യൂട്ട്ലി നോ ടോക്സിക് കെമിക്കൽസ് ആണ്. അതുപോലെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതുമാത്രമല്ല ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്കിത് ഒരുപാട് കാലം സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായി എന്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിൽ ഓരോ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും എല്ലാം കെമിക്കൽ ഫ്രീ ആണ്, ഹോം മെയ്ഡ് ആണ്. അത് മാത്രമല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു 6 മുതൽ 9 മാസം വരെയെങ്കിലും മിനിമം നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റും സൂക്ഷിച്ചു വെക്കാൻ പറ്റും. മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന മോയിസ്ചറൈസർ, സൺസ്ക്രീൻ, ബ്രൈറ്റനിങ് ക്രീം, അതുപോലെ വൈറ്റമിൻ സി സിറം, ഇതെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ വീഡിയോ നിങ്ങൾ ഒന്നുകൂടെ കാണുക. അപ്പോൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സീ യു.